പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഇനി സംസാരിക്കുന്നില്ലെന്ന് കരുതിയതാണ്. പക്ഷേ സംസാരിച്ചേ മതിയാവൂ. കാരണം ഈ ഹർത്താലിന് ഇത്രയും കാട്ടിക്കൂട്ടിയിട്ട് അതിനുശേഷം വന്ന് ഭയങ്കര ന്യായീകരണമാണ്. അതിനകത്തൊരു പ്രധാനപ്പെട്ട ന്യായീകരണമാണ് ഞങ്ങൾ ദളിതരായതുകൊണ്ടാണോ എന്നുള്ളൊരു ന്യായീകരണം. എന്നാൽ പിന്നെ ഈ വിഷയത്തെക്കുറിച്ചൊന്ന് സംസാരിച്ചേക്കാം. ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരുപാട് അവസരം ഞാൻ തരാം. പക്ഷേ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ടും കാണണം. കണ്ടതിന് ശേഷം ന്യായീകരിക്കാൻ ശ്രമിക്കുക. എൻ്റെ കയ്യിൽ കുറേ ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യത്തിനൊക്കെ ഉത്തരം തരാൻ പറ്റുമെങ്കിൽ തരിക. പക്ഷേ അതിനിടയ്ക്ക് ഈ ഉത്തരത്തിനിടയ്ക്ക് എല്ലാം കൊണ്ടുപോയി ജാതി കാർഡ് ഒട്ടിച്ച് വെക്കരുത് എന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു. ഒരു പ്രധാനപ്പെട്ട ന്യായീകരണമാണല്ലോ ഞങ്ങൾ ദളിതരായതുകൊണ്ടാണോ എന്നുള്ളൊരു ചോദ്യം. അപ്പോൾ നമുക്ക് അവിടുന്ന് തന്നെ തുടങ്ങാം. അങ്ങനെയാണെങ്കിൽ ഈ ചോദ്യം തിരിച്ചു ചോദിക്കട്ടെ. എന്താ, നിതിൻ രാജ് ദളിതനായതുകൊണ്ടാണോ നിങ്ങൾ അയാളെ സഹോദരനായിട്ട് കാണുന്നത്? അല്ല, ഞങ്ങൾക്ക് എല്ലാവരും സഹോദരന്മാരാണെന്നുണ്ടെങ്കിൽ ആ ക്യാൻസർ പേഷ്യൻറ്റ് അങ്ങേര് സഹോദരനായിരിക്കണമല്ലോ. അപ്പോൾ ആ സഹോദരനെ എന്തുകൊണ്ട് തടഞ്ഞു സഹോദരനാണെന്നുണ്ടെങ്കിൽ? അതുപോലെ ഒരു അമ്മയും കുഞ്ഞും വന്നിറങ്ങി, ആ സഹോദരിയും നിങ്ങളുടെ സഹോദരിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് ആ സഹോദരിയെ തടഞ്ഞു? എൻട്രൻസ് എക്സാം എഴുതാൻ പോകുന്ന കുട്ടികൾ നിങ്ങളുടെ കൊച്ചു സഹോദരികളും സഹോദരന്മാരും ആണെന്നുണ്ടെങ്കിൽ എന്തിനവരെ തടഞ്ഞു? നിങ്ങൾ ഒരു സഹോദരൻ്റെ നീതിക്ക് വേണ്ടി പോരാടുമ്പോൾ മറ്റുള്ളവരും സഹോദരന്മാരാണെന്നുണ്ടെങ്കിൽ അവരുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എന്തുകൊണ്ട് കാണുന്നില്ല? എന്തുകൊണ്ടാണ് അവിടെ മാത്രം ഒരു ന്യായീകരണം? എന്തേ ദളിതൻ ഹർത്താൽ നടത്തുമ്പോൾ മാത്രമേ ഉള്ളൂ നിനക്ക് ഈ പ്രതികരണ ശേഷിയുള്ളൂ? മറ്റ് രാഷ്ട്രീയ പാർട്ടിക്കാരും ഹർത്താൽ നടത്തുമ്പോൾ എന്തുകൊണ്ട് നീ സംസാരിച്ചില്ല എന്നുള്ള ചോദ്യത്തിന് അവസാനം ഞാൻ ഉത്തരം തരാം. അതായത് തെളിവുകൾ സഹിതം ഞാൻ ചെയ്ത വീഡിയോകൾ ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടിക്കാർ എവിടെയൊക്കെ ഹർത്താൽ നടത്തിയിട്ടുണ്ടോ അവിടെയെല്ലാം ഞാൻ പ്രതികരിച്ചിട്ടുണ്ട്. ആ പ്രതികരിച്ചതിൻ്റെ എല്ലാ വീഡിയോയും കാര്യങ്ങളും എല്ലാം ഞാൻ നിങ്ങളെ അവസാനം കാണിച്ചു തരാം. അതുവരെ ഒന്ന് ക്ഷമിക്കുക. ആദ്യം നമുക്ക് ഈ ഒരു കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കാം. ആദ്യം നമുക്ക് ഈ ചേച്ചി പറയുന്നത് എന്താണെന്നൊന്ന് കേട്ടു നോക്കാം. ാലി പോലുള്ള സ്ഥലങ്ങളിലോട്ട് നീയൊക്കെ ഈ കാക്കിയിട്ടോണ്ട് ചെന്ന് കയറി കൊടുക്കണം. അവന്മാർ വെട്ടിപ്പൊളത്തി നിന്നെയൊക്കെ അങ്ങ് തിരുവനന്തപുരം തലസ്ഥാന നഗരിയിലോട്ട് വിടാം. വെട്ടിപ്പൊളത്തി തലസ്ഥാന നഗരിയിലേക്കൊക്കെ വിടുമെന്ന് അല്ലേ? കൊള്ളാം. അപ്പോൾ ഇത് എന്തും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ലൈസൻസ് ആണോ ഈ ഹർത്താൽ? വെട്ടിക്കൊല്ലാനൊക്കെ പറ്റുമായിരിക്കും അല്ലേ? അത് കൊള്ളാം. നിന്റെ മന്ത്രിമാർ വരെ മറ്റോമാരുടെ മുമ്പിൽ പോയി ഓച്ചാനിച്ചിരിക്കും. കാരണം ഞങ്ങളുടെയൊക്കെ ഒരു കൂട്ടം ആളുകളുടെ വോട്ട് മേടിച്ചിട്ടാണ് നിന്റെയൊക്കെ ഏമാമാർ അവിടെ ഇരിക്കുന്നത്. ഞങ്ങളുടെ എല്ലാവരുടെ ഒരു കൂട്ടം ആൾക്കാരുടെ വോട്ട് മേടിച്ചിട്ടാണ് എമാന്മാർ അവിടെ ഇരിക്കുന്നത്. മന്ത്രിമാരും എം എൽ എമാരും. അപ്പോൾ ഈ സമരം ചെയ്യേണ്ടത് അവരോടല്ലേ, അല്ലാതെ സാധാരണ ജനങ്ങൾ എന്ത് പിഴച്ചു? അതായത് സപ്പോസ് നമ്മുടെ വീടിൻ്റെ അടുത്ത് ഒരു അയൽവക്കക്കാരൻ, അയാൾ നമ്മളെ എപ്പോഴും അയാൾ നമ്മളെ ജാതിപരമായിട്ടും അല്ലാത്ത രീതിയിലും അതിരും ആന്തലും ഒക്കെ ആയിട്ട് ഭയങ്കര ഉപദ്രവമാണെന്ന് വെച്ചു. അപ്പോൾ നമുക്ക് ഇയാൾക്കെതിരെ പ്രതികരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അയാൾക്കിട്ട് നോക്കി രണ്ടെണ്ണം കൊടുക്കുകയല്ലേ ചെയ്യേണ്ടത്? അല്ല അയാളോട് പോയി സംസാരിക്കുകയല്ലേ ചെയ്യേണ്ടത്? അല്ലാതെ കണ്ട് അയാളോട് നമ്മൾ സംസാരിക്കുക പോലും ചെയ്യാതെ നമ്മൾ റോട്ടിലോട്ട് ഇറങ്ങി വഴിക്കിടെ പോകുന്നവനെല്ലാം പിടിച്ച് തല്ലിക്കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഇപ്പോൾ ഈ മാഡം പറഞ്ഞല്ലോ ഞങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചിട്ടാണ് അവരൊക്കെ അവിടെ ഇരിക്കുന്നതെന്ന്. അതെ, ഞങ്ങളും അതുപോലെ തന്നെ വോട്ട് ചെയ്യുന്ന ആൾക്കാരാണ്, വെറും സാധാരണ വോട്ടർമാരാണ്. അപ്പം നമ്മളോട് വന്ന് ഇത് പറഞ്ഞിട്ട് എന്ത് കാര്യം? നമ്മളെ വഴിയിൽ തടഞ്ഞിട്ട് എന്ത് കാര്യം? തടയേണ്ടത് അവരെയല്ലേ? നിങ്ങൾ അവരെയല്ലേ വിജയിപ്പിച്ച് വിട്ടത്? അല്ല, നമ്മൾ അവരെയല്ലേ വിജയിപ്പിച്ച് വിട്ടത്? അപ്പം അവരോട് പോയി പറയാനായിട്ട് അവരെയല്ലേ തടയേണ്ടത്? അല്ലാതെ വഴിക്കിടെ പോകുന്ന വഴിപോക്കനെല്ലാം പിടിച്ച് നിർത്തിയിട്ട്, അല്ലെ ജോലിക്ക് പോകുന്നവരെല്ലാം പിടിച്ച് നിർത്തിയിട്ട് എന്നാൽ നിങ്ങൾ ജോലിക്ക് പോകണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എന്ത് കാര്യം? അതാണ് ചോദ്യം. ശരി, പൊതുജനങ്ങളെ ദ്രോഹിക്കുന്നു. ഈ പറയുന്ന പൊതുജനങ്ങൾ, ക്യാൻസർ പേഷ്യന്റ് പോലുള്ള ആളുകൾ, ഈ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികളുടെ ഹർത്താൽ നടക്കുമ്പോൾ, കൊറോണ പോലുള്ള ഒരു പാൻഡമിക് സിറ്റുവേഷൻ കേരളത്തിൽ വരുമ്പോൾ അല്ലെങ്കിൽ ഇന്ത്യയിൽ വരുമ്പോൾ, ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ കാലേ കൂട്ടി അറിയുമ്പോൾ നമുക്കൊരു സ്ഥലത്ത് പോകണമെങ്കിൽ നേരത്തെ അവിടെ പോകണം. അത് കൊള്ളാം. അതൊരു മികച്ച ന്യായീകരണമായിരുന്നു കേട്ടോ. ക്യാൻസർ പേഷ്യൻസ് കീമോ ഒക്കെ ചെയ്യേണ്ട ആൾക്കാർ തലേദിവസം ഏതെങ്കിലും ബന്ധുവീട്ടിൽ പോയി താമസിക്കണം. ഇനി ബന്ധുവീടില്ലാത്തവർ റൂം എടുക്കണം പോലും. ഒരു സാധാരണക്കാർക്ക് ഇതുപോലുള്ള അസുഖം വന്നാലുള്ള ഗതി ചേച്ചിക്ക് അറിയാവോ? ഒരു ഗതിയും പരഗതി ഇല്ലാത്തവരായിരിക്കും. ഇവർക്ക് ഇങ്ങനെയുള്ള അസുഖം വന്നു കഴിഞ്ഞാൽ വണ്ടിക്കൂലിക്ക് പോലും 5 പൈസ കയ്യിലില്ലായിരിക്കും. അവരോടാണ് ചേച്ചി പറയുന്നത് പോയി റൂം എടുക്കാൻ. ഒരു വല്ലാത്ത ന്യായീകരണം കേട്ടോ. മറ്റുള്ളവരുടെ ദുഃഖങ്ങളും പ്രയാസങ്ങളും ശരിക്കും മനസ്സിലാക്കുന്നുണ്ട്. എന്തായാലും ന്യായീകരിക്കുന്നുണ്ടല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചേച്ചിക്ക് ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചോദ്യങ്ങൾ ഞാൻ അങ്ങോട്ട് ചോദിക്കാം. പറ്റുവാണെങ്കിൽ ഈ ചോദ്യങ്ങൾക്കൊക്കെ പറ്റിയ ന്യായീകരണങ്ങൾ ഒന്ന് പറഞ്ഞു തരിക. ഒന്നാമത്, ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ആൾക്കാർ. ഈ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ആൾക്കാർക്ക് 28-ാം തീയതിയാണ് ട്രെയിൻ ഉച്ചയ്ക്ക്. അവരെന്ത് ചെയ്യണം? തലേദിവസം പോയി കിടക്കണോ? നിങ്ങൾ ഈ 10 ദിവസം മുമ്പ് 15 ദിവസം മുമ്പാണ് നിങ്ങൾ ഹർത്താൽ പ്രഖ്യാപിച്ചതെന്ന് പറയുന്നു. ഈ ട്രെയിൻ ടിക്കറ്റ് എന്ന് പറഞ്ഞ സാധനം ബുക്ക് ചെയ്യുന്നത് 2-3 മാസം മുമ്പൊക്കെയാണ് ആൾക്കാർ ബുക്ക് ചെയ്യുന്നത്. അല്ലെങ്കിൽ സീറ്റ് കിട്ടത്തില്ല. ദൂരയാത്രയ്ക്ക് പോകുന്നവർ അവരെന്ത് ചെയ്യണം? രാവിലെ 11 മണിക്ക് ആ ട്രെയിൻ ഉണ്ടെങ്കിൽ അവർ തലേദിവസം റെയിൽവേ സ്റ്റേഷനിൽ പോയി കിടക്കണോ, അതോ പ്ലാറ്റ്ഫോമിൽ പോയി കിടക്കണോ? അതിനുത്തരം പറ. ഇനി അതുമല്ല, വേറെ ഏതെങ്കിലും നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നവരെന്ത് ചെയ്യണം? അവർ 28-ാം തീയതി ഇവിടെ വന്നു, അവരെങ്ങനെ വീട്ടിൽ പോകും? അതോ അവരന്ന് പ്ലാറ്റ്ഫോമിൽ കിടന്ന് ഉറങ്ങിയിട്ട് വൈകുന്നേരം 6 മണിക്ക് ശേഷം പോകണം? പാസ്പോർട്ട് ഓഫീസിൽ പോകേണ്ടവർ, ഈ പാസ്പോർട്ട് ഓഫീസിൽ പോകേണ്ടവർ അവർക്ക് 28-ാം തീയതിയാണ് അവർക്ക് ഡേറ്റ് കിട്ടിയെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണം? തലേദിവസം പാസ്പോർട്ട് ഓഫീസിൽ പോയി കിടന്ന് ഉറങ്ങണം. പിന്നെ അതുപോലെ തന്നെ നൈറ്റ് ഷിഫ്റ്റ് ജോലിയുള്ളവരുണ്ട്. അവർക്ക് പകൽ മാത്രമല്ല ഡ്യൂട്ടി, നൈറ്റിലും ഡ്യൂട്ടി ഉണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നേഴ്സുമാർ, സെക്യൂരിറ്റി സ്റ്റാഫ്, അറ്റൻഡർ, ഈ ആശുപത്രിയായിട്ട് ബന്ധപ്പെട്ട് അല്ലാതെ ഒരുപാട് ജോലികൾ അങ്ങനെയുണ്ട്. അതായത് ആ കമ്പനി 24 മണിക്കൂറും റൺ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അവർക്ക് ഷിഫ്റ്റ് അടിസ്ഥാനത്തിലാണ് അവരുടെ ജോലി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇങ്ങനെ നൈറ്റ് ഡ്യൂട്ടി ഉള്ളവരൊക്കെ എന്ത്
ചെയ്യണം? നൈറ്റ് ഡ്യൂട്ടിക്ക് ശേഷം ആ കമ്പനി കിടന്ന് ഉറങ്ങണോ? അതോ നിങ്ങൾ മുമ്പേ പറഞ്ഞ പോലെ ഏതെങ്കിലും ഹോട്ടലിൽ റൂം എടുത്ത് അവിടെ താമസിക്കണോ? നിങ്ങൾ ഹർത്താൽ നടത്തുന്നെന്നും പറഞ്ഞുകൊണ്ട് അവർക്ക് കുടുംബത്ത് പോകണ്ടേ? ഇങ്ങനെയുള്ള ഒരുപാട് ജോലികൾ ചെയ്യുന്ന ആൾക്കാരുണ്ട് മാഡം. അതുപോലെ തന്നെ പല സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന ആൾക്കാരുമുണ്ട്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ മനുഷ്യത്വം എന്ന് പറഞ്ഞ സാധനം അത് വൺ സൈഡ് ആയാൽ പോരാ. മറ്റുള്ളവരുടെ സാഹചര്യം കൂടെ മനസ്സിലാക്കാനായിട്ടുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ മനസ്സിലാകത്തുള്ളൂ. അല്ലാതെ വീട്ടിലിരുന്ന് കടുങ്കാപ്പിയും കുടിച്ച് പരിപ്പോടം തിന്നുകൊണ്ടിരിക്കുന്നവർക്കൊന്നും ഇത് മനസ്സിലാകത്തില്ല. കൊച്ചുങ്ങൾക്ക് പാല് പോലും കിട്ടുന്നില്ല, കൊച്ചിന് ആഹാരം കൊടുത്തില്ല, ഓരോ തള്ളമാർ. ഇതൊക്കെ രാഷ്ട്രീയം. കൊച്ചിന് ആഹാരം കൊടുത്തില്ല എന്ന് പറയുമ്പോൾ എന്തിനാ ഈ പുച്ഛിക്കുന്നത്? ആ ചേച്ചിയില്ലേ, ആ ചേച്ചി ശരിക്കും പറഞ്ഞാൽ അവർ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയതാ. ഈ കൊച്ചുങ്ങളുമായിട്ട് ഒരു സ്ഥലത്ത് പോയി പോസ്റ്റ് അടിച്ച് നിൽക്കുമ്പോഴത്തേക്ക് അറിയാം അതിൻ്റെ സൂക്കേടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിള്ളേരുമായിട്ടൊക്കെ ഒന്ന് പോയി നോക്കിയിട്ടുണ്ടോ റെയിൽവേ സ്റ്റേഷനിൽ? പറ്റും ട്രെയിൻ ഒന്നും ഒരു 2-3 മണിക്കൂർ വൈകിയാൽ മതി. ഈ പിള്ളേരുമായിട്ട് നിൽക്കുന്നതിൻ്റെ പ്രയാസം അപ്പം മനസ്സിലാവും. അപ്പോഴാണ് കുഞ്ഞുമായിട്ട് ഹർത്താലിന് റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങുന്നത്. അപ്പോൾ ആ അമ്മയുടെ വേദന എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാകത്തില്ല എൻ്റെ പൊന്നു മേഡം. നമ്മളിത് പറയുമ്പോഴത്തേക്ക് നമ്മളെന്നാ ഒരു പ്രത്യേക ജാതിയോടുള്ള വെറുപ്പ് കൊണ്ടാണ് പറയുന്നതെന്നൊന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല. പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇതൊക്കെ നീയൊക്കെ നാടകം കളിപ്പിക്കാൻ വേണ്ടി, ദളിത് ഹർത്താലുകൾ അട്ടിമറിപ്പിക്കാൻ വേണ്ടി കേരളത്തിന്റെ ഓരോ ഭാഗത്ത് ഓരോ വേഷം കെട്ടിലുമായിട്ട് ഓരോരുത്തരെ ഇറക്കി വിട്ടിട്ടുണ്ട്. പിന്നെ ദളിതരുടെ ഹർത്താൽ അട്ടിമറിക്കാൻ വേണ്ടിയിട്ടല്ലേ ആ ചേച്ചി ട്രെയിനും പിടിച്ചുകൊണ്ട് ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയത്. കൊള്ളാം, നല്ല ന്യായീകരണം. പിന്നെ ഈ ചേച്ചി പറയുന്നത് കേട്ടോ, പാൻഡമിക് സിറ്റുവേഷനിൽ നിങ്ങൾ എന്താ ചെയ്തെന്ന്, അതായത് കോവിഡിൻ്റെ സമയത്ത് എൻ്റെ പൊന്നു ചേച്ചി ആശുപത്രി പോകാനായിട്ടൊന്നും ഇവിടെ ആരും തടഞ്ഞിട്ടില്ല. ആശുപത്രി പോകേണ്ടവർക്ക് പോകാം. പോട്ടെ, നായകളില്ലേ, പട്ടീനെ കൊണ്ട് ആശുപത്രി പോകണമെങ്കിൽ പോലും ഇവിടെ യാതൊരു കുഴപ്പമില്ലായിരുന്നു. നമുക്ക് മൃഗഡോക്ടറെ കാണാൻ പോകാമായിരുന്നു. ഞാൻ പോയിട്ടുണ്ടല്ലോ, ഞാൻ എൻ്റെ നായം കൊണ്ട് ഞാൻ പോയിട്ടുണ്ടല്ലോ. അതിന് വരെ ഇവിടെ അനുമതി ഉണ്ടായിരുന്നു. അതുപോലെ തെരുവ് നായകൾക്ക് ഭക്ഷണം കൊടുക്കാനും അനുമതി ഉണ്ടായിരുന്നു. അത് ഇതുപോലെയൊന്നും ഇല്ലായിരുന്നു. അത് മനസ്സിലാക്കണം. അല്ല, പാൻഡമിക് സിറ്റുവേഷനെ കയറി പിടിച്ച് തൂങ്ങാതെ അതാ വിട്ടേക്ക്. പിന്നെ വേറൊരു കാര്യമുണ്ട്, എല്ലാത്തിനും ന്യായീകരണം ഉണ്ടല്ലോ. ക്യാൻസർ പേഷ്യൻസ് പോലും തലേദിവസം പോയി റൂം എടുത്താൽ പോരെ എന്ന് പറഞ്ഞുകൊണ്ട് പറയുകയാണ്. നിങ്ങളെങ്ങനെയാണ് ഈ കോട്ടയം, എറണാകുളം, തിരുവനന്തപുരം അങ്ങനെയുള്ള 14 ജില്ലകളുണ്ടല്ലോ, ഈ ജില്ലകളിലൊക്കെ നഗരഹൃദയത്തിൽ എങ്ങനെയാണ് ഇവർ വന്നത്? അതാണ് എൻ്റെ ചോദ്യം. 6 മണി, വെളുപ്പിന് 6 മണി തൊട്ട് വൈകിട്ട് 6 മണി വരെയാണല്ലോ ഇവരുടെ സമര ഹർത്താൽ. അപ്പോൾ ഇവർ ഈ സമയത്ത് എങ്ങനെയാണ് ഈ പറഞ്ഞ ടൗണുകളിലൊക്കെ ഇവർ വന്നത്? എങ്ങനെയാണ് വന്നത്? നടന്നു വന്നോ? ഈ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഞാനും അത് ചിന്തിച്ചത്. ആ മനുഷ്യൻ, അയാൾ ആ ബൈക്കിൽ പോകുന്നയാളെ തടയുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹർത്താൽ അനുകൂലിയാണ് ആ ബൈക്കിൽ പോകുന്നത്. അതായത് അവർക്ക് വാഹനം ഉപയോഗിക്കാം. അതെങ്ങനെയാണ് ശരിയാകുന്നത്? അത് അങ്ങനെ തടഞ്ഞ് അതെന്തായാലും സൂപ്പറായിരുന്നു. അതിന് നമുക്ക് നമ്മുടെ ബൈക്കിൽ പോലും കയറി പോകാൻ പറ്റുകയില്ല. അവർക്ക് സമര അനുകൂലികൾക്ക് അവർക്ക് വാഹനങ്ങളിൽ കയറാം. ഓട്ടോറിക്ഷയിലും കാറായാലും ഒക്കെ കൊടിയും വെച്ചിട്ട് അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാം. നമുക്ക് പോകാൻ പറ്റുകയില്ല. ഒന്ന് ആലോചിക്കുക, അവർ ഗ്രാമങ്ങളിൽ നിന്നൊക്കെ വരുന്നത് കാറിലും ബൈക്കിലും ഒക്കെ. എന്തിന്? നമ്മൾ വാഹനങ്ങളായിട്ട് ടൗണിൽ ഇറങ്ങുന്നുണ്ടോയെന്ന് അറിയാനായിട്ട്. ശരിക്കും പറഞ്ഞാൽ ഇവരെന്തായിരുന്നു ചെയ്യേണ്ടത്? ഇവരും വാഹനങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. അല്ലെങ്കിൽ 6 മണിക്ക് മുമ്പ് വാഹനങ്ങളിൽ വരിക, ചോറും പതിയും വെള്ളവും ഒക്കെ ആയിട്ട് ഇതുപോലുള്ള നഗരഹൃദയങ്ങളിൽ വരിക. അതിനുശേഷം വാഹനങ്ങൾ തടഞ്ഞതിന് ശേഷം വൈകുന്നേരം 6 മണിയാകുമ്പോഴത്തേക്ക് വാഹനം എടുത്തുകൊണ്ട് പോകുക. ഇതിനിടയ്ക്ക് വാഹനങ്ങൾ ഉപയോഗിക്കാനേ പാടില്ല. അതെന്താ നിങ്ങൾ ചെയ്യാഞ്ഞത്? ബാക്കിയുള്ളവരോട് തലേദിവസം വരണം, റൂം എടുത്താൽ മതി എന്ന് മാത്രം പറഞ്ഞാൽ മതിയോ? നിങ്ങളും അത് ചെയ്യണം. അതിനാ ചെയ്യാഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് മാത്രം വാഹനം ഉപയോഗിക്കാം, നമുക്കാർക്കും വാഹനം ഉപയോഗിക്കാൻ പറ്റും. ഇനി ഇത് പറഞ്ഞതുകൊണ്ട് ഈ ഒരു ഹർത്താലിനെ കുറിച്ച് മാത്രമാണ് പറഞ്ഞതെന്ന് തെറ്റിദ്ധരിക്കേണ്ട. സകല ഹർത്താലിനെ കുറിച്ചുമാണ് ഈ പറഞ്ഞത്. അത് CPM-ൻ്റെ ആയാലും BJP-യുടെ ആയാലും കോൺഗ്രസിൻ്റെ ആണെന്ന് പറഞ്ഞാൽ ഇവർക്ക് വാഹനങ്ങൾ കയറി അങ്ങോട്ടും ഇങ്ങോട്ടും നേരെ പാരാൻ നടക്കാം. നമുക്ക് വാഹനം ഓടിക്കാൻ പറ്റില്ല. ഇത് എവിടുത്തെ ഇടപാട്? പിന്നെ വേറൊരു കാര്യമുണ്ട്, ഏത് രാഷ്ട്രീയ പാർട്ടി നടത്തുന്ന ഹർത്താലാണെന്ന് പറഞ്ഞാലും രാവിലെ 6 തൊട്ട് വൈകുന്നേരം 6 മണിയാണെന്ന് പറഞ്ഞാൽ എൻ്റെ സഞ്ചാര സ്വാതന്ത്ര്യത്തിൽ ആർക്കും കൈകടത്താൻ അവകാശമില്ല. 1 വർഷം കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ചിട്ട് എൻട്രൻസ് എക്സാം എഴുതാൻ പറ്റാതെ പോയ പിള്ളേരാണ് ഈ നിൽക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ എത്താൻ പറ്റിയില്ല? എക്സാം ഇല്ല, എത്താൻ പറ്റിയില്ല. ഞങ്ങൾ ഒരു 1.5 മണിക്കൂറോളം ട്രാഫിക്കിൽ പെട്ട് കിടന്നു. അത് കഴിഞ്ഞ് ഒന്ന് വിട്ടപ്പോഴത്തേക്കും 10 മണിയായി. സമരക്കാരോട് പറഞ്ഞില്ലേ ഈ എക്സാം എഴുതാൻ പോകുന്ന എന്നൊക്കെയുള്ള കാര്യം പറഞ്ഞില്ലേ? ഒരു കാര്യം ഉണ്ടായില്ല. ചില വാഹനങ്ങളുടെ ഫ്രണ്ടിൽ എക്സാം എന്നും പറഞ്ഞ് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പോലും ഒന്നും നടന്നില്ല. 1 വർഷം കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ചിട്ട് അവർ ആ പിള്ളേർ എക്സാം എഴുതാൻ പറ്റില്ല. പരീക്ഷ മാറ്റി വെക്കാൻ മേലായിരുന്നോ എന്ന് ചോദിച്ചുള്ള ന്യായീകരണം കൊണ്ടൊന്നും വരല്ലേ. അത് കേന്ദ്ര സർക്കാരിൻ്റെ പരീക്ഷയാണ്, ഓൾ ഇന്ത്യ ലെവലിൽ നടക്കുന്ന പരീക്ഷയാണ്. അത് കേരളത്തിൽ ആരുടെയെങ്കിലും ഹർത്താൽ ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് മാറ്റി വെക്കാൻ പറ്റുന്ന എക്സാം ഒന്നും അല്ല. അത് മനസ്സിലാക്കുക. അപ്പോൾ ഇതിനെന്താ ന്യായീകരണം പറയുന്നത്? പിള്ളേർ തലേദിവസം പോയിട്ട് റൂം എടുക്കണം അല്ലേ? അതല്ലേ പറയാൻ വന്ന ന്യായീകരണം. ഇതിന് മുമ്പ് പല രാഷ്ട്രീയ പാർട്ടിക്കാരും ചെയ്യുന്നത് ഹർത്താൽ ഇവിടെ നിരോധിക്കുക തന്നെ ചെയ്യണം. അതിൻ്റെ ആവശ്യമില്ല. അത് 6 പറഞ്ഞാലും. പക്ഷേ ആശുപത്രിയിൽ പോകുന്ന പേഷ്യൻസിനെ, പരീക്ഷ എഴുതാൻ പോകുന്ന കുഞ്ഞുങ്ങളെ ഇവരെയൊക്കെ തടയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് കൂടിപ്പോയില്ലേ? നിങ്ങൾ സഹോദരനാണ് ഞങ്ങളുടെ സഹോദരനാണ് നിതിൻ രാജ് എന്ന് പറയുമ്പോൾ ബാക്കിയുള്ളവരൊന്നും സഹോദരന്മാരല്ലേ എന്നുള്ളതാണ് ചോദ്യം. അങ്ങനെ എന്തെങ്കിലും ഒരു അനുകമ്പ ഉണ്ടെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരോട് ഈ പിള്ളേരെങ്കിലും ഈ കുഞ്ഞുങ്ങളെ എങ്കിലും അവരെ ആ എക്സാം എഴുതാൻ വേണ്ടിയെങ്കിലും വിടാൻ മേലായിരുന്നു. ഇതൊരു കഷ്ടം. ഇതിനൊക്കെ ന്യായീകരിക്കാന്ന് പറഞ്ഞുണ്ടല്ലോ. അപ്പച്ചൻ ചോദ്യം ചെയ്തപ്പോൾ പുള്ളിയോട് ചോദിക്കാം, നിതിൻ രാജിനെ റാമിനെ അറസ്റ്റ് ചെയ്യിപ്പിക്കാൻ പറ്റുമെന്ന്.
എന്നാലോചി നിതിൻ രാജിനെ കൊന്ന റാമിനെ അറസ്റ്റ് ചെയ്യിപ്പിക്കാൻ പറ്റുമോ? അപ്പച്ചൻ എന്താ ചെയ്യാനായിട്ടാ? ഇത് ചോദിക്കേണ്ട ഇവിടെയാണോ? ഇവിടെയല്ല ചോദിക്കേണ്ടത്. ഒന്നെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയി അവിടെ ഉപരോധിക്കുക, അല്ലെങ്കിൽ മന്ത്രിമാരെ MLA മാരെ അവരോട് പോയി ചോദിക്കുക. അതല്ലേ ചെയ്യേണ്ടത്. അല്ലാതെ വന്ന് സാധാരണ ജനങ്ങളോട് വന്നിട്ട് നിതിൻ രാജിൻ്റെ മരണത്തിന് ഉത്തരവാദിയായ റാമിനെ അറസ്റ്റ് ചെയ്യിപ്പിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ നമ്മളിപ്പോൾ എന്ത് ചെയ്യാനാടേ? 10 ദിവസം മുമ്പ് പ്രഖ്യാപിച്ച എന്താണ് അങ്ങനെ രോഗത്തിന് എങ്ങനെയുണ്ടോ? അങ്ങനെ പറ്റുകാലത്ത് പുള്ളിക്ക് അങ്ങനെ വരാനായിട്ട് മരുന്നൊക്കെ ഉണ്ടോ? മരുന്ന് കഴിക്കാനുണ്ടോ? അറിയാമോ? നിങ്ങൾ ഒരു ജീവന് വേണ്ടി ഒരു ജീവൻ ബലിയാടാകും കേട്ടോ. രാജ്യത്ത് നടന്ന മുഴുവൻ ഹർത്താൽ സഹകരിച്ചിട്ടുള്ളവരാ ഞങ്ങൾ. രോഗത്തിന്റെ മുമ്പിൽ ഇങ്ങനെ പറയുന്നത് രോഗിയോട് അങ്ങനെ പറയുന്നത് ഞാൻ ക്യാൻസർ പേഷ്യന്റാ. ഞങ്ങളിത് പ്രഖ്യാപിച്ചാൽ അന്ന് തന്നെ പോകണം. ഞാൻ 3 മണിക്ക് പോകുന്ന 6 മണിയിലെ ഹർത്താൽ 6 മണിക്കല്ലേ? ഞങ്ങളുടെ ഹർത്താൽ പൊളിക്കണമെന്നാണ് നിങ്ങൾക്ക് നിർബന്ധം. ഞാൻ വരില്ല. ഞങ്ങൾ ജീവിക്കട്ടെ. വിടില്ല. അത് നിങ്ങൾ തർക്കിച്ചോണ്ട് വിടില്ല. നിങ്ങൾ ഇത്രയും തർക്കിച്ചുകൊണ്ട് വിടത്തില്ലെന്നും. അല്ലെങ്കിൽ വേറൊരു കാര്യമുണ്ട്, ഇവരോടൊക്കെ എന്ത് ബോധിപ്പിക്കാനായിട്ടാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഒന്ന് ആലോചിക്കുക, ആ രോഗി അവർ വന്നിട്ട് പറയുന്നത് ഞാൻ ക്യാൻസർ പേഷ്യൻ്റാണ്, എനിക്ക് എന്നെ പോലെ കീമോ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പോലും ഒരു മനുഷ്യത്വം വെക്കാത്ത ആൾക്കാരാണ് അവർ നിതിൻ രാജിന് വേണ്ടി ഇറങ്ങിയിരിക്കുന്നത്. അല്ല, ഇതിനൊക്കെ എങ്ങനെ എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ ന്യായീകരിക്കാൻ സാധിക്കുന്നത്? നിങ്ങൾ ജനുവിനായിട്ടുള്ള ഹോസ്പിറ്റൽ കേസ് ഉണ്ടെങ്കിൽ നിങ്ങളെ വിടും. നൂറുകണക്കിന് ആൾക്കാർ എല്ലാവരും ഹോസ്പിറ്റലിൽ ചെല്ലേണ്ട കാര്യമൊന്നുമില്ല. എത്താൻ എല്ലാവരും പറഞ്ഞില്ലേ, അവിടെ ഡോക്ടർ നഴ്സും ഉണ്ട്. അവർ ഓപ്പറേഷൻ ആണ്. അവിടുത്തെ റെക്കോർഡ് വാട്സപ്പിലേക്ക് ആ റെക്കോർഡ് 23 കാണിക്കുന്നത്. ആ റെക്കോർഡ് വെച്ച് വിടത്തില്ല. 28-ാം തീയതി ഉണ്ടെങ്കിൽ കാണില്ലേ, ഇപ്പം നിങ്ങളെ വിടും. ഇയാളാരാ ഹോസ്പിറ്റൽ റെക്കോർഡും മറ്റേതൊക്കെ ചെക്ക് ചെയ്തിട്ട് നമ്മൾ എവിടെയെങ്കിലും പോകണോ വേണ്ടോ എന്ന് തീരുമാനിക്കാണ്ട്? ഞാൻ പറയട്ടെ, ഞാൻ ചിലപ്പോൾ ഹോസ്പിറ്റലിൽ പോകും, ഞാൻ ചിലപ്പോൾ സിനിമയ്ക്ക് പോകും, അല്ലെങ്കിൽ ഞാൻ വേറെ ഏതെങ്കിലും പാർട്ടിക്ക് പോകുന്നു. ഇത് ചോദിക്കാൻ ഇവരാരാ? പോലീസുകാർ ചോദിക്കട്ടെ, നമുക്ക് പറയാം. അല്ലാതെ വഴിക്കിടെ പോകുന്നവരോട് മൊത്തം ഞാൻ ഹോസ്പിറ്റലിൽ പോകും ഇതിൻ്റെ ഡീറ്റെയിൽസ് മൊത്തം കാണിച്ചിട്ട് ഞാൻ പൊക്കോട്ടെ സാറേ എന്ന് ചോദിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഇതൊക്കെ ശരിക്കും പറഞ്ഞോണ്ടല്ലോ, ജനങ്ങൾ കൃത്യമായിട്ട് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇമാതിരിയുള്ള ഈ ഹർത്താലില്ല ഒരുത്തന്നെ ഹർത്താൽ ഇവിടെ നടക്കത്തില്ല. എങ്ങനെയാണെന്നറിയാമോ? നമുക്ക് അവിടെ പ്രതികരിക്കാൻ ഒക്കത്തില്ല. ഇപ്പം ഞാനാണെന്ന് പറഞ്ഞാൽ ഞാൻ ഈ മൈക്കിന് മുമ്പ് ഈ ക്യാമറയുടെ മുമ്പിൽ ഇരുന്ന് ഈ പ്രസംഗിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തുള്ളൂ. അല്ലാണ്ട് നാളെ ഞാനൊരു ഹർത്താൽ ഇറങ്ങി കഴിഞ്ഞാൽ ഇവർ തടഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ചെയ്യാൻ പറ്റും. കടന്നൽ കൂട്ട ഇളകി വരുന്ന പോലെ ചുറ്റിനും നിന്നിട്ട് കലവിലാന്ന് ഇങ്ങനെ സംസാരിച്ചിട്ട് തല്ലാൻ വേണ്ടി വരുവാണ്. നമ്മൾ ഇത് സിനിമയൊന്നും അല്ലല്ലോ തിരിച്ച് പിടിച്ച് ഇടിക്കാനായിട്ടൊന്നും അല്ലല്ലോ. ഇടിച്ചു കഴിഞ്ഞാൽ കൊള്ളുക എന്നുള്ളതോ, അല്ലാതെ വേറെ മാർഗ്ഗമൊന്നുമില്ല. തല്ല് നിന്നാൽ നമ്മൾ കൊള്ളും. വേറെ എന്നെ ചെയ്യാണ്ട് ഈ 10-15 പേര് വന്നു കഴിഞ്ഞാൽ കൂട്ടത്തോടെ ആക്രമിച്ച് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൊണ്ട് കേസ് കൊടുക്കാൻ പറ്റും. തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കേസ് കൊടുക്കുക. എൻ്റെ സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തി, എനിക്ക് ഇന്ന നഷ്ടം വന്നു, തീയതി, സമയം, ലൊക്കേഷൻ, ഈ വീഡിയോ ഫുട്ടേജസ് എല്ലാം അടക്കം കൊണ്ട് കേസ് കൊടുക്കുക. ഇനി പോലീസ് സ്റ്റേഷനിൽ പോകാൻ മടിയാണെന്നുണ്ടെങ്കിൽ തുണ എന്ന് പറയുന്ന വെബ്സൈറ്റ് ഉണ്ട് കേരള പോലീസിൻ്റെ, അതിൽ കയറി നിങ്ങൾക്ക് കേസ് രജിസ്റ്റർ ചെയ്യാം. ഇങ്ങനെ ഓരോ പൗരന്മാരും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തുക എന്ന് പറഞ്ഞ പരിപാടി അതോടെ നിൽക്കും. അത് ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ആണെന്ന് പറഞ്ഞാൽ, ഏത് മതത്തിൻ്റെ ആണെന്ന് പറഞ്ഞാലും ഹർത്താൽ എന്ന് പറഞ്ഞ ഈ പരിപാടി ഉണ്ടല്ലോ, ഇത് നിർത്താനായിട്ട് ഇതേ മാർഗ്ഗമുള്ളൂ. അല്ലാതെ നമ്മളെ കൊണ്ട് ഒരു കാരണവശാലും പുറത്തോട്ടിറങ്ങി ഇവരോട് തർക്കിക്കാന്നുള്ള അല്ലാതെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അവിടെ കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ. പക്ഷേ നമുക്ക് നിയമപരമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. ഇങ്ങനെ ഓരോ പൗരനും മുന്നിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അതോടെ നിൽക്കും ഈ ഹർത്താൽ എന്ന് പറഞ്ഞ പരിപാടി. ഞങ്ങൾ ഇന്നലെ വൈകിട്ട് 12 മണിക്ക് ഇറങ്ങിയത് ഈ പൊടിക്കുഞ്ഞുങ്ങളെ കൊണ്ട്. അറിയാവോ? ഞങ്ങൾ അറിയുന്നില്ല, ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ അറിയുന്നത്. ന്യൂസ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് യാത്രക്കാർക്ക് തടസ്സം ഉണ്ടാക്കരുതെന്ന്. KSRTC ബസ് വിടണമെന്നാണ് പറഞ്ഞത്. എന്തുകൊണ്ട് അവർ വിട്ടില്ല? ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ ഞങ്ങൾ പൊടിക്കുഞ്ഞുങ്ങളോടെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വൈകാത്തത് കേട്ടോ. നാളെ ഒരു കാലത്ത് അവന്മാർ വീട്ടിലായിരുന്നു, അവന്മാർ ഇത് ചെയ്തേ. അവന്മാർ ഭാര്യമാരെല്ലാം ജോലിക്ക് പോകുന്നില്ലേ? ഈ ചേച്ചി പറഞ്ഞില്ലേ അവന്മാരുടെ ഭാര്യമാർ ജോലിക്ക് പോകുന്നില്ലേന്നും. അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ കണ്ടാണ്. ആ വീഡിയോ എൻ്റെ കയ്യിൽ കിട്ടില്ല. അതിനകത്തൊരു ചേട്ടൻ പറയുന്നതാണ്, ഞങ്ങളും ഇതുപോലെ കുറച്ച് പ്രയാസപ്പെട്ടതാണ്. മറ്റുള്ള ആൾക്കാർ ഹർത്താൽ നടത്തുമ്പോഴത്തേക്കും ഞങ്ങളും കുറച്ച് ബുദ്ധിമുട്ടിയതാണല്ലോ, അപ്പോൾ ഞങ്ങൾ ഹർത്താൽ നടത്തുമ്പോഴത്തേക്കും നിങ്ങൾക്ക് തന്നെ ബുദ്ധിമുട്ടിയായിരുന്നു. അതൊന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ ആ ബുദ്ധിമുട്ട് അറിയാവുന്നവരാണ് ഈ കാട്ടായം കാണിക്കുന്നതെന്ന്. ഇപ്പോൾ BJP ആയാലും കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റുകാരാണെന്ന് പറഞ്ഞാൽ ആരായാലും ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് അവർ ഹർത്താൽ നടത്തുന്നു. എന്നാൽ പിന്നെ നമുക്ക് മാതൃകാപരമായിട്ട് മറ്റൊരു രീതി ചെയ്യാം. നമുക്ക് എന്താ വേണ്ടത്? നിതിൻ രാജിന് നീതി കിട്ടണം. നീതി കിട്ടണം എന്നുണ്ടെങ്കിൽ ആരാണ് നീതി നിഷേധിക്കുന്നത്? ഈ പറഞ്ഞത് സർക്കാർ, പോലീസുകാർ, അല്ലെങ്കിൽ നമുക്ക് അറസ്റ്റ് ചെയ്യേണ്ട ആൾക്കാരാരാ? അധ്യാപകർ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ മാക്സിമം ഈ മന്ത്രിമാരെയും MLA-മാരെയും അവരെ പുറത്തോട്ട് ഇറങ്ങാൻ സമ്മതിക്കാത്ത രീതിയിൽ സമരം ചെയ്യണം. സാധാരണക്കാരെ വിട്ടാക്കണം. അങ്ങനെ നിതിൻ രാജ് എന്ന് പറഞ്ഞ വ്യക്തിക്ക് നീതി മേടിച്ചു കൊടുക്കുക. അതല്ലേ മാതൃകാപരമായിട്ട് ചെയ്യേണ്ടത്. അല്ലാതെ കേരളത്തിലെ ആദ്യത്തെ ഹർത്താലൊന്നും അല്ല ഇത്. ഇതിന് മുമ്പ് ഹർത്താൽ നടന്നിട്ടുണ്ട്, ജനങ്ങളെ ബുദ്ധിമുട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങളും ബുദ്ധിമുട്ടിക്കുന്നു. അങ്ങനെ പറഞ്ഞ് ന്യായീകരിച്ചിട്ട് എന്താ കാര്യം? ഇതിനൊക്കെ ഒരു മാറ്റം വരണ്ടേ? അപ്പോൾ നിങ്ങൾ മാതൃകാപരമായിട്ടുള്ള രീതിയിൽ ഈ പറഞ്ഞ രീതിയിൽ ഒന്ന് ചെയ്തിരുന്നെങ്കിൽ ഒന്ന് ആലോചിക്കുക, എന്തുമാത്രം മാറ്റം വന്നേനെ. ഇവിടെ ഒരു മന്ത്രിക്കോ ഒരു MLA ഈ ഹർത്താൽ കൊണ്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അവർ നല്ല സുഖമായിട്ട് വീട്ടിലിരിക്കുന്നു, അല്ലെങ്കിൽ അവർ നല്ല സുഖമായിട്ട് യാത്ര ചെയ്യുന്നു. ഈ ബുദ്ധിമുട്ട് മൊത്തം ജനങ്ങൾക്ക്. ഇനി ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഞാൻ ഏതൊക്കെ ഹർത്താലിനെതിരെ സംസാരിച്ചിട്ടുണ്ടെന്നോ, രാഷ്ട്രീയ പാർട്ടിക്കാരുടെയൊക്കെ ഹർത്താലിനെതിരെ സംസാരിച്ചിട്ടുണ്ടോ ഇല്ല എന്നുള്ളതല്ലേ നിങ്ങളുടെ സംശയം. എന്നാൽ ആ സംശയത്തിനുള്ള പരിഹാരം ഇത് വയനാട് UDF ഹർത്താൽ നടത്തിയപ്പോൾ പ്രതികരിച്ചതാണ്. ഹർത്താൽ നടത്തുമ്പോൾ തടയേണ്ടത് ജനങ്ങളെയല്ല, ജനപ്രതിനിധികളെ. മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാൻ ഓരോരോ പ്രഹസനങ്ങൾ. ഇത് മതങ്ങൾ റോഡിലേക്ക് ഇറങ്ങി ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന വിഷയത്തെക്കുറിച്ച് പറഞ്ഞത്. ഉത്സവം, പെരുന്നാൾ, പൊതുവഴിയിലെ ആഘോഷങ്ങൾ നിർത്തലാക്കണം. സഞ്ചാര സ്വാതന്ത്ര്യം എവിടെ? ഇത് മഹാരാഷ്ട്രയിൽ BJP ഒരു പ്രകടനം നടത്തിയപ്പോൾ ഒരു അമ്മ ഇടപെട്ടതുമായി ബന്ധപ്പെട്ട് ചെയ്ത വീഡിയോയാണ്.
റോഡ് ഷോകളൊക്കെ നിരോധിക്കേണ്ട കാലം കഴിഞ്ഞു. ഈ വീഡിയോയുടെ എല്ലാ ലിങ്ക് കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇനിയെങ്കിലും ദളിതൻ നടത്തിയ ഹർത്താലിനെതിരെ മാത്രമാണ് പ്രതികരിച്ചത് എന്ന് പറയില്ലെന്ന് കരുതുന്നു. അവസാനമായിട്ട് ഒന്നുകൂടെ പറയുന്നു, ഞാൻ ഇവിടെ ഒരു ജാതിനെ ഇതുവരെ അധിക്ഷേപിച്ചിട്ടുമില്ല, ഒന്നുമില്ല. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഇത്രേ ഉള്ളൂ. ഏത് ജാതിയുടെയാണെന്ന് പറഞ്ഞാലും ഏത് മതത്തിൻ്റെയാണെന്ന് പറഞ്ഞാൽ ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ആണെന്ന് പറഞ്ഞാലും മനുഷ്യൻ്റെ സഞ്ചാര സ്വാതന്ത്ര്യം അത് തടസ്സപ്പെടുത്താൻ പാടില്ല. അത് അംഗീകരിക്കാൻ പറ്റുന്നതല്ല. ഇപ്പോൾ അവസാനമായിട്ട് നടന്ന സമരം ഇത് ദളിത് സംഘടനകൾ ആഹ്വാനം ചെയ്തതായതുകൊണ്ട് അതിനെക്കുറിച്ച് സംസാരിച്ചു. ഇതിനു മുമ്പ് ഞാൻ പല രാഷ്ട്രീയ പാർട്ടിക്കാരുടെയും പല ഹർത്താലിനെതിരെയും സംസാരിച്ചിട്ടുണ്ട്. അതിനുള്ള തെളിവാണ് ഞാനിപ്പോൾ തന്നത്. പറ്റുവാണെന്നുണ്ടെങ്കിൽ ആ വീഡിയോ കൂടെ പോയി ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഞാൻ പൊതുവായിട്ട് എനിക്ക് ഈ ജാതി മതം ഇതിനകത്തൊന്നും എനിക്ക് യാതൊരു താല്പര്യമില്ലാത്ത ഈ സാധനം ഈ സമൂഹത്തിൽ നിന്ന് മാഞ്ഞു പോകണമെന്ന് തന്നെ ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തിയാണ്. അതിനെക്കുറിച്ച് വരെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആവശ്യക്കാർക്ക് പോയി കാണാമെന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന ഇത്രേ ഉള്ളൂ, നാളെ നിങ്ങൾക്ക് ഈ ഒരു അവസ്ഥ വരാം. ഇപ്പോൾ ഈ സമരം ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, ഇവർക്ക് നാളെ ഈ ഗതി വരാം. നാളെ നിങ്ങളും കുഞ്ഞുങ്ങളുമായിട്ട് പുറത്തോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും ഒരു പച്ചവെള്ളം പോലും കുടിക്കാൻ മേലാത്ത ഒരു അവസ്ഥയിൽ രാഷ്ട്രീയ പാർട്ടിക്കാരുടെ ഹർത്താലും മറ്റും നടക്കുമ്പോഴത്തേക്കും നിങ്ങളും അന്നേരം ആലോചിക്കും. അതെ, അവനവന് വരുമ്പോൾ മാത്രമേ ഈ വിഷമം മനസ്സിലാകത്തുള്ളൂ. അതാണ് ഇവിടെ പ്രശ്നം. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, നമ്മളൊരു രാഷ്ട്രീയ പാർട്ടിയുടെയോ ഒരു മതത്തിൻ്റെയോ ഒരു പരിപാടിക്ക് നിൽക്കുമ്പോഴത്തേക്ക് നമുക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അതുകൊണ്ട് മറ്റുള്ളവർക്കും പണിയില്ലെന്ന് വിചാരിക്കുന്നതോടത്താണ് ഈ തെറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ആണെന്ന് പറഞ്ഞാൽ ഏത് ജാതിയുടെ ആണെന്ന് പറഞ്ഞാൽ ഏത് മതത്തിൻ്റെ ആണെന്ന് പറഞ്ഞാലും മനുഷ്യൻ്റെ സഞ്ചാര സ്വാതന്ത്ര്യം, അവന് വെള്ളം കുടിക്കാനുള്ള അവകാശം വരെ നിഷേധിക്കുക, അവന് ആശുപത്രി പോകാനുള്ള അവകാശം നിഷേധിക്കുക, കുട്ടികൾക്ക് പരീക്ഷ എഴുതാനായിട്ടുള്ള അവകാശം നിഷേധിക്കുക, ഇതിനെയൊന്നും ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നതല്ല. ഇനിയും നിങ്ങൾ ദളിതൻ സമരം നടത്തിയതുകൊണ്ട് ാണോ ഇങ്ങനെ ചോദിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനിട്ടില്ല. ഞാൻ പറഞ്ഞതെന്ത് നിങ്ങൾ മനസ്സിലാക്കിയെടുത്തത് മറ്റൊരു രീതിയിലാണെന്നുണ്ടെങ്കിൽ എനിക്കൊന്നും ചെയ്യാനൊക്കത്തില്ല. നന്ദി, നമസ്കാരം.